രണ്ടു വശം ആലോചിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? KSRTCക്ക് വേണ്ടിയിട്ടാണ്. KSRTCയെ ഇപ്പൊ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളൊരു സെലിബ്രിറ്റിയാണ്. എവിടെ ചെന്നാലും എന്നെ അറിയാം. ഞാൻ എന്ത് തമാശ പറഞ്ഞാലും അത് വൈറലാവും. അതിനുവേണ്ടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ അറിയാതെ പറഞ്ഞു പോകുന്ന സാധനം കത്തിപ്പോകുന്നതല്ലാതെ ഞാനായിട്ട് തയ്യാറെടുത്തിട്ട് ഒന്നും ചെയ്യാറില്ല. പറ്റിപ്പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളവരും ഉണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. ഞാൻ ശ്രദ്ധിക്കാറുമില്ല. ഇതൊന്നും കണ്ടിട്ട് അതിന്റെ താഴെയുള്ള കമന്റ് വായിക്കുന്ന ആളല്ല. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉള്ള ആളല്ല. ഞാനൊന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ, ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഇത്രയും ഈ എക്സ്പോ നടത്തുന്നു. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ വരും. KSRTCയോട് ആകർഷിക്കപ്പെടും. മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പ്ര രാജു, മഞ്ജു വാര്യർ, ഇങ്ങനെ എല്ലാവരും പ്രമുഖരായ വ്യക്തികൾ, സാഹിത്യകാരന്മാർ, അവരെല്ലാവരും KSRTCയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ KSRTCയുടെ ഒരു വലിയ പരസ്യമാണ് വരാൻ പോകുന്നത്. ഈ പരസ്യം വരുമ്പോൾ ഞാനൊന്ന് KSRTCയിൽ യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. KSRTCയിൽ വരുമ്പോഴുള്ള നിങ്ങളുടെ ഒരു സ്വീകരണം, ജീവനക്കാരുടെ ഒരു സ്വീകരണം, പിന്നെ വഴി കിടക്കാതെ പോകുന്ന മെക്കാനിക്കൽ ഉദ്യോഗസ്ഥരുടെ ഒരു കഴിവ്. വഴി കിടക്കണം പോകണം, കാരണം വണ്ടി വഴി കിടന്നാൽ നമ്മുടെ ഇംപ്രഷൻ പോകും കയറി കഴിഞ്ഞാൽ. ഇതിന് ഏറ്റവും പുതിയ വണ്ടികൾ വേണം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നമ്മളെ വളരെയധികം സഹായിക്കുന്ന, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല ഭാവനയുള്ള ആളാണ്. ഈ ബാറ്ററി ബസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അദ്ദേഹം അതിനെതിരാണ്. കാരണം 1 കോടി രൂപയ്ക്ക് ഒരു ബാറ്ററി ബസ് വാങ്ങുമ്പോൾ നമുക്ക് 4 മിനി ബസ്, അതേ വലിപ്പത്തിലുള്ള, അതിനേക്കാൾ ആൾ കയറുന്ന 4 മിനി ബസ് ഡീസൽ വാങ്ങിക്കാം. അതിന് 8 കിലോമീറ്റർ 8 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ വാങ്ങിച്ച വണ്ടിക്ക് നമ്മൾ ട്രയൽ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ആ ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട്. ആ ബസ്സും 4 സിലിണ്ടറാണ്. അത് ഓടിക്കാനും സുഖമാണ്. അതിന് 6 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. ലെങ്ത് കൂടുതലാണ്, 40 പേർക്ക് ഇരിക്കാം. നമ്മൾ വാങ്ങിച്ച സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ് ഒരു സക്സസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, അതിനകത്ത് നിറഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസം ആ വണ്ടി ശരാശരി 10,000 രൂപ മുതൽ 15,000 രൂപ വരെ നമുക്ക് ലാഭമുണ്ടാക്കി തരുന്നുണ്ട്. അതിന് ആ AC ഇട്ടിട്ട് പോലും 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റും അത് പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുള്ള വണ്ടിക്ക് അവര് ഓഫർ ചെയ്യുന്ന അവര് വണ്ടി ഓടിച്ചു വരുമ്പോൾ, കാലിയായിട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോൾ 6 കിലോമീറ്ററിന് മേളിലാണ് അവർ മൈലേജാണ്. ലോഡ് കയറ്റി നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ പോയാലും ഒരു 4.5 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. ഈ വണ്ടികൾക്കെല്ലാം ഓരോ ലിറ്റർ 1 കിലോമീറ്റർ വെച്ച് മൈലേജ് കൂടുതൽ കിട്ടിയാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ലാഭം കോടികളാണ്. കാരണം നമ്മുടെ നഷ്ടം, നമ്മൾ ഒരു ദിവസം കൈ കിട്ടുന്ന പണത്തിന്റെ 50% നമ്മൾ കൊടുക്കുന്നത് ഓയിൽ കമ്പനികൾക്കാണ്. അത് നമ്മൾ കുറച്ചു കൊണ്ടുവരണം. അത് വൈദ്യുതി ബസ് കൊണ്ട് നടക്കത്തില്ല. വൈദ്യുതി ബസ്സിന് പരമാവധി ആറ്റിങ് വരെ പോകാനൊക്കും, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മുമ്പ് വൈദ്യുതി ബസ് എറണാകുളം വരെ ഓടിച്ചു. 10 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. അങ്ങനെ യാത്ര പകുതിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല. യാത്ര പൂർണ്ണമാക്കണം. ഇപ്പൊ നമ്മൾ വലിയൊരു നഷ്ടത്തെ നേരിടുന്ന സമയമാണ്. കാരണം തിരുവനന്തപുരത്ത് വിട്ടാൽ വണ്ടി റോഡ് പണിയാണെന്ന് പറഞ്ഞ് ചാത്തന്നൂർ കിടക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വണ്ടി ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓഫ് ചെയ്യാൻ പറ്റുമോ? നിരങ്ങി നീങ്ങാണ്. പിന്നെ ചേർത്തല ചെല്ലുമ്പോൾ അവിടെ കിടക്കും. അരൂര് മുതൽ ചേർത്തല മുതൽ അരൂര് വരെ അവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ് വണ്ടി ഓടിക്കുന്നവർ. യാത്രക്കാരിൽ നിന്ന് മുഷിയാണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം കഴിഞ്ഞാൽ അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ കിടപ്പോടെ കിടപ്പാ. 5.5 മണിക്കൂറുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന പോലെ 1 മണിക്കൂറിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞു, 1 മണിക്കൂറിൽ പോകേണ്ട സ്ഥലം 11 മണിക്കൂർ കൊണ്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഡീസലാണ് നമുക്ക് ഒരു ദിവസം. എത്ര വണ്ടിയാ പോകുന്ന ആലോചിക്കണം. അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു, രണ്ടും കിടക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ അത്രയും ഡീസൽ നമുക്ക് ഒഴിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഈ റോഡ് പൂർത്തിയായാൽ KSRTCയുടെ മറ്റൊരു സുവർണകാലം ആരംഭിക്കും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടിയെടുത്ത്, ഇപ്പൊ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, നല്ല ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റ് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് പോലത്തെ സീറ്റാണ്. 2 സീറ്റേ കാണുള്ളൂ ഫ്രണ്ടിൽ. വണ്ടിയിൽ വലിയ വിശാലമായ സീറ്റാണ്, നല്ല ചാർജ് ആയിരിക്കും. പക്ഷെ ഈ സീറ്റിൽ കയറിയാൽ നമുക്ക് ചെയ്യാം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഡ്രൈവർ മാത്രമായിട്ട് വണ്ടി ബുക്ക് ചെയ്ത് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോയാൽ എന്തിനാണ് സാധാരണക്കാർ കാർ എടുക്കേണ്ട കാര്യം? എന്തിനാ കാർ എടുക്കുന്നത്? ഒരു ബെൻസ് കാറുള്ള ആളാണെങ്കിൽ അയാൾക്ക് പോലും KSRTC ബസ്സിൽ യാത്ര വഴി കിടക്കില്ല, സമയത്ത് പോകും, സമയത്തെത്തും. ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് 3-3.25 മണിക്കൂർ കൊണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് വണ്ടി എറണാകുളത്ത് എത്തിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ ദീർഘദൂര സർവീസുകൾ കോഴിക്കോടേക്ക് നമ്മൾ വന്ദേ ഭാരതിലെന്ന ആള് കയറുന്നത് നിർത്താതെ പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ്. സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയത് എന്റെ പിതാവാണ്. അന്നൊരു സങ്കല്പമുണ്ട്, നിങ്ങളെ ചെറുപ്പക്കാരെ അയാൾ മറന്നുപോയതാണ്. ഒരിടത്തും നിർത്തൂല. ഈ സൂപ്പർ ഫാസ്റ്റ് സാധനം ഫാസ്റ്റ് ആയിട്ട് പോകും. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നിർത്തും. അത് കഴിഞ്ഞാൽ ഇത് നല്ല വേഗത്തിലും പോകും. ഇത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പേ വണ്ടി എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നു. അതാണ് സൂപ്പർ ഫാസ്റ്റിലേക്ക് ജനങ്ങളെ ആകർഷിച്ചത്. പിന്നീട് വന്നവര് സൗകര്യപ്രദമായിട്ട് കൈ കാണിക്കുന്ന തരത്തിലാണ് എല്ലായിടത്തും സ്റ്റോപ്പ്. ഇവിടുന്ന് വിട്ടാൽ എന്തൊരു മെനക്കെടാൻ ഓടിക്കുന്ന ഡ്രൈവർമാർക്കറിയാം. ഇവിടുന്ന് വിട്ടാൽ വെഞ്ഞാറമുട്ടി കയറും. വെഞ്ഞാറമുട്ടി കയറിയാണ് കിളിമാനൂർ കയറും. കിളിമാനൂർ കയറിയാൽ
മിനിമം ആ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയാൽ നടു ഒരെണ്ണം ഓടിയാതെ ഇറങ്ങാൻ അതിൽ ഒരു പ്ലേറ്റ് ഓടിയും ഇരിക്കുന്ന യാത്രക്കാരൻ നടു ഓടിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ചടയമംഗലം, പിന്നെ ആയൂര് കയറുന്നില്ലെന്നില്ല, കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കൊട്ടാരക്കര, അടൂര്, പന്തളത്ത് പിന്നെ അറിയാമല്ലോ എന്തിനു കൊള്ളാം. പിന്നെ എന്തിന് ആൾക്കാർ പറഞ്ഞ എന്റെ പൊന്നെ പന്തളത്ത് പോകുന്ന ബസ്സാണോ? ഞാനില്ലെന്നാ പറയുന്നത്. കാരണം വെറുതെ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വല്ല ആളുണ്ടോ? റോഡിൽ നിന്നാൽ പോരെ. അതുകൊണ്ട് പുതിയ ബസ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. സൂപ്പർ ഫാസ്റ്റിന്റെ പുറത്ത് പ്രീമിയം എന്നടിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം വിട്ടാൽ കൊട്ടാരക്കരയിലേക്ക് കയറും. വഴിയെന്നുള്ളവരൊക്കെ എടുക്കും. ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഈ വണ്ടി കയറൂല. ഇത് യഥാർത്ഥ സൂപ്പർ ഫാസ്റ്റ്. എന്താണോ KSRTC സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലായിരിക്കും വണ്ടി. എല്ലായിടത്തും വെഞ്ഞാറമൂട്ടി നാളെ എടുക്കും, കിളിമാനൂർ നാളെ എടുക്കും, എല്ലാ ജംഗ്ഷനിൽ നിന്നാണ്. അല്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് കയറി ഡ്രൈവറും കണ്ടക്ടറെയും ഊപ്പാട് വരുന്ന പരിപാടി, യാത്രക്കാരനെ മെനക്കെടുത്തുന്ന പരിപാടിയില്ല. കൊട്ടാരം വിട്ടാൽ അടൂർ കയറും, നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ പണി അടയ്ക്കണം, അങ്ങോട്ട് കയറൂല, വെളിയിൽ നിർത്തും. പിന്നെ തിരുവല്ലയിൽ കയറും. പിന്നെ ചങ്ങനാശ്ശേരിയിലും കയറേണ്ട കാര്യമില്ല, പണി അടയ്ക്കണം, വെളിയിൽ നിർത്തും. കോട്ടയത്ത് നിർത്തും. വഴിക്കുന്നുള്ള എല്ലാവരും നിങ്ങൾ കയറ്റിക്കോ, കൈ കാണിക്കുന്നവരൊക്കെ കയറ്റിക്കോ, എല്ലാ ജംഗ്ഷനിലും നിർത്തിക്കോ. പക്ഷേ ഒരു ബസ് സ്റ്റാൻഡിലും കയറൂല. കാരണം കയറി മെനക്കെടാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് യാത്രക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ വന്ദേ ഭാരതിൽ ആളുകൾ പോകുന്നു, 4 മണിക്കൂർ കയറിയാൽ 9 മണിക്ക് കോഴിക്കോട് ഇറങ്ങാം. യാത്രക്കാർ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് എത്തിച്ചേരാൻ, സുരക്ഷിതമായ യാത്ര, വേഗത്തിൽ എത്തിച്ചേരണം, സമയത്ത് പോകണം, സമയത്ത് എത്തിച്ചേരണം. നമ്മള് KSRTC കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം, ഒരു എൻക്വയറിയുടെ ആവശ്യമില്ല. മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ KSRTC ബസ് എപ്പോഴാണ് വരുന്നത്, ഏതൊക്കെ ബസ്സുണ്ട്, എങ്ങോട്ടൊക്കെ ഉണ്ട്, എത്ര മണിക്ക് വരും, ഇപ്പൊ തൊട്ടടുത്ത ബസ് എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ നിൽക്കുന്ന സ്റ്റോപ്പിലെത്തും, വീട്ടിലിരിക്കുന്ന എനിക്ക് ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എത്ര സമയം വേണം, ഇതെല്ലാം കാണിക്കുന്ന KSRTC ചലോ ആപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു. ടിക്കറ്റ് മെഷീൻ മാറി, ആൻഡ്രോയിഡായി. എല്ലാ കാർഡുകളും നിങ്ങൾ ആലോചിക്കണം. കണ്ടക്ടറും യാത്രക്കാരും നിങ്ങൾ വഴക്കുണ്ടാവുന്ന എവിടെയാണ്? ചില്ലറയില്ല. ഈ ബാഗിലിട്ട് നിങ്ങളിങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കും. അവരെ ബാഗിൽ, സ്ത്രീകളൊക്കെ അവരെ ബാഗിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കും ചില്ലറയ്ക്ക് വേണ്ടി. ഇനി ചില്ലറയുടെ പ്രശ്നമില്ല. സ്മാർട്ട് കാർഡ് വന്നു. 90,000 കാർഡാണ് അടിച്ചത്, അത് തീർന്നു. 5 ലക്ഷം കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് 5 ലക്ഷം കാർഡിൽ 30,000 കാർഡ് കഴിഞ്ഞ ദിവസം വന്നു. ഒരെണ്ണം ബാക്കിയില്ല കേട്ടോ, എല്ലാം പോയി. ഇനി 5 ലക്ഷം വരണം. ഈ 5 ലക്ഷം കാർഡിന് പുറത്ത് പരസ്യം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതായത് കാർഡിന് പുറത്ത് ഇപ്പൊ റോഡ് സേഫ്റ്റി പരസ്യങ്ങളാണ് കൊടുക്കുന്നത്. നല്ല തുകയ്ക്ക് ഈ കാർഡിന് പുറത്ത് പരസ്യം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യം ചെയ്തോളാൻ KSRTC CMDക്ക് ഇന്നലെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരസ്യം ആരുടെ, പ്രൈവറ്റ് കമ്പനികളുടെ പരസ്യം വാങ്ങിച്ചിട്ട് ഇതിന് പുറത്ത് അടിച്ചിടാൻ. കാറിന്റെ പുറത്തൊരു പരസ്യം കാണും. ഇപ്പൊ റോഡ് സേഫ്റ്റി പരസ്യമാണ് വെച്ചിരിക്കുന്നത്. അത് സാധാരണ പരസ്യമാക്കിക്കോളാൻ CMDക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ കാർഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത്. കാരണം ഈ പരസ്യത്തിന്റെ പൈസ ഇങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ കാർഡിന്റെ വില ഫ്രീ ആയി. കാർഡ് നമ്മൾ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 90 രൂപയ്ക്കാണ്. 90 രൂപ നമുക്ക് കിട്ടും, 1 രൂപ കമ്മീഷനാണ്. അതിന് കടകളിൽ വിൽക്കും. നമ്മളിപ്പോൾ കണ്ടക്ടർമാർ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ കടകൾ വഴിയും വിൽക്കും. KSRTC ബസ് സ്റ്റാൻഡിലും ആ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കടകളിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം ഇപ്പം നമ്മൾ കണ്ടക്ടർമാർ വഴി വിതരണം ചെയ്യും. അത് തന്നെ തികയുന്നില്ല. 30,000 അടിച്ചിട്ട് ഒരു 2 ദിവസം എടുത്തില്ല തീരാനായിട്ട്. കുഞ്ഞുങ്ങളുടെ കാർഡ്, നമ്മളിപ്പം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായിട്ട് ഒരു വഴക്കിന്റെ കാര്യമല്ല. അവർക്ക് 25 ദിവസം പോകാൻ സർക്കാർ അനുവാദം കൊടുക്കും. 25, ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേയും 4 സൺഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യാം. അവർ പോകേണ്ട റൂട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊന്നും വേണ്ട, പൈസ ഒന്നും വാങ്ങണ്ട. അവരെ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമാണ്. ഈ കാർഡ് വാങ്ങിക്കുക, ഒന്ന് സ്വീപ്പ് ചെയ്യുക നമ്മുടെ മെഷീനിലേക്ക്. ആ കുട്ടി കയറിയെന്നറിയാൻ വേണ്ടി മാത്രം. 25 തവണ, 25 അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 50 തവണ ഇത് പഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ച് ചെയ്യണ്ട. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും കൊടുക്കേണ്ട, കൺസെഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല, അത് തീർന്നു. പക്ഷെ കൊടുക്കുന്നത് 2 or 3 കൊല്ലത്തേക്കായിരിക്കും. 2ാം കൊല്ലത്തിലേക്ക് കയറുമ്പോൾ 110 രൂപ വരെ അടയ്ക്കണം. അറിയാമല്ലോ, നമ്മൾ കാർഡ് എഴുതാൻ വേണ്ടി. കാർഡ് എഴുത്തൊന്നും ഇനി ഉണ്ടാവില്ല. കാർഡ് എഴുത്തില്ല. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുകയാണ്. കാർഡ് എഴുത്തില്ല. ഈ കളക്ഷൻ വരുന്ന സ്ഥലത്ത് 3 രജിസ്റ്റർ ഉണ്ട്. കളക്ഷൻ ടിക്കറ്റ് ആൻഡ് ക്യാഷ് എടുക്കുന്നിടത്ത് ആദ്യം ഒരു ബുക്കിൽ എഴുതും, ഇതേ സാധനം അടുത്ത ബുക്കിൽ എഴുതും. ഒന്നുമില്ല. ഇനി അത് പ്രിന്റ് ഔട്ടാണ്. പ്രിന്റ് ഔട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയെല്ലാം സർവറിൽ കിടപ്പുണ്ട്. കണക്ക് കറക്റ്റ് ആയിരിക്കും. അനാവശ്യമായ ജോലികൾ KSRTC ജീവനക്കാർക്ക് വരികയാണ്. ചില മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദോഷമുള്ളതല്ല. ഞാനൊരു മന്ത്രി എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു മാറ്റവും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. ഇവിടെ പറഞ്ഞു 50 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ശരിയാണ്, 50 പരിഷ്കാരം കൊണ്ടുവന്നതിൽ 1-2 ഞാൻ പറയാം. മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചു. ആരും പ്രതീക്ഷിച്ചില്ല. ആ ഡബിൾ ഡെക്കർ ബസ് ഞാനാണ് രൂപകൽപ്പന ചെയ്തത്. KSRTCയിലെ ജീവനക്കാരാണ് അതിനെ ഉണ്ടാക്കിയെടുത്തത്. അല്ല ബേട്ട, എന്നോട് അശോക് ലേലന്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, പാപ്പനംകോട് KSRTCയിലെ മിടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാര് ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം. അത് പഴയൊരു സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു സ്വപ്നമാണ്.
ഒരു തമിഴ് സിനിമ കണ്ടപ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു കണ്ണാടി കൊണ്ടുള്ള ബസ് കണ്ടു. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ട് ഇതുപോലെ ബസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ KSRTCയിലെ ജീവനക്കാർ, പാപ്പനംകോട് മെക്കാനിക്കൽ ജീവനക്കാർ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തന്നതിലേക്ക് നന്ദിയുണ്ട്. ആ വണ്ടി ഒരു ദിവസം 40,000 രൂപയ്ക്ക് മേൽ പ്രോഫിറ്റ് ഉണ്ടാകുകയാണ്. ഒരു ദിവസം നമ്മുടെ ചെലവ് 13,000 രൂപയാണ്. നമുക്കൊരു ദിവസം ശരാശരി കിട്ടുന്നത് 53,000 രൂപ, 58,000 രൂപ കിട്ടിയ ദിവസങ്ങളുണ്ട്. 40,000 രൂപ നമുക്കൊരു ദിവസം പ്രോഫിറ്റ് ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ ഈ നാട്ടിലെ എല്ലാവരും ഇടിച്ചു കൊല്ലുകയാണ്, ആൾക്കാർ ഇടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഡ്രൈവിംഗ് അറിയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, ഇവിടെ ഇഞ്ചക്കൽ ഒരാള് 2018 ലൈസൻസ് എടുത്തു, കൈ തെളിയാൻ വേണ്ടി ഓടിച്ചതാ, ഒരാളെ കൊന്നു. പ്രധാനപ്പെട്ട ഒരു സംഭവം തിരുവനന്തപുരത്ത് വന്നൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ്. അങ്ങനെ കൈ തെളിയേണ്ടതില്ല, KSRTC തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് വന്നവൻ പറഞ്ഞില്ല, ഈ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും, കർശനമാക്കും പരിശോധന. ഇന്നത്തേക്കല്ലത്, നാളത്തേക്കാണ്. ഇന്നത്തേക്കല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിച്ച വീരന്മാരെ നടപ്പുണ്ട് ആളെ കൊല്ലാനായിട്ട്. അതല്ല, ഈ ലൈസൻസ് ടു ഡ്രൈവ് ആണ്, ലൈസൻസ് ടു കില്ലല്ല. ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത്, നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് തരുന്നത് എല്ലാ രാജ്യങ്ങളിലും, ഇവിടെയും. പക്ഷെ ദൗർഭാഗ്യവശാൽ ലൈസൻസ് ടു കിൽ ആയി മാറി. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെടുത്തപ്പോൾ എനിക്കെതിരെ ഒരു വലിയ സമരം. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഞങ്ങളുടെ കഞ്ഞിയിൽ ഈ ദുഷ്ടൻ പാറ്റയിട്ടു, മണ്ണ് വാരിയിട്ടു, ഇയാളോട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കുഴി കുഴിച്ച് ഞങ്ങളുടെ ശവപ്പറമ്പിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദിവസം പ്രമോദിനോട് ചോദിച്ചു, പ്രമോദേ, നമുക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ഒക്കെ ഉണ്ട്, നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. പ്രമോദിന് ഒന്നിനും നോ പറയത്തില്ല. പ്രമോദ് പറഞ്ഞു, ശരി സാറേ, തുടങ്ങാന്ന് പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഏർപ്പാട് ചെയ്തു. നമ്മൾ തുടങ്ങി ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങി. അടുത്ത 4 മാസത്തേക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള കുട്ടികൾ അഡ്വാൻസ് റിസർവേഷനിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം. അതിനുശേഷം 5 പൈസ ചെലവില്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം ഉപയോഗിച്ച് KSRTC 21 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മാത്രം KSRTCയുടെ ലാഭം. കോടികൾ കടന്നിരിക്കുന്നു. എല്ലാ സോഫ്റ്റ്വെയറിലാണ്. ഇന്ന് 100 രൂപ ഒരു കുട്ടി, 1000 രൂപ ഒരു കുട്ടി അടച്ചാൽ ആ പണം കൃത്യമായി CMDക്ക് വരെ അറിയാം എത്ര പൈസ അടച്ചു. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അതിവിടെ കാണാൻ പറ്റില്ല. എല്ലാ സോഫ്റ്റ്വെയറാണ്, കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ്. അതുപോലെ നിങ്ങളുടെ സ്പെയർ പാർട്സുകൾ. ഇനി KSRTCയിൽ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്ക്, സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക്, കമ്പ്യൂട്ടറൈസേഷനിലേക്ക് KSRTC കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഒരു സ്റ്റോക്ക് വന്നു, ഒരു സാധനം വന്നു, ഒരു ഫ്യൂവൽ ഫിൽട്ടർ വന്നു. അത് പാപ്പനംകോട് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ റീഡ് ചെയ്യും. കയറി കഴിഞ്ഞു 500 ഫ്യൂവൽ ഫിൽട്ടർ വന്നു അശോക് ലൈലൻഡിന്റെ, അത് അവിടെ റീഡ് ചെയ്യും. അതിൽ നിന്ന് 10 എണ്ണം മാവേലിക്കരയ്ക്ക് അയച്ചു. മാവേലിക്കരയ്ക്ക് പോകുമ്പോൾ QR കോഡ് റെഡി ചെയ്താണ് കയറ്റുന്നത്. അപ്പൊ എന്ത് പറ്റി? മാവേലിക്കരയ്ക്ക് പോയി. മാവേലിക്കര എത്തുമ്പോൾ QR കോഡ് റെഡി ചെയ്യും. അവിടെ മാവേലിക്കരയിൽ കിട്ടി. അവിടെ വന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുന്നു. വർക്ക്ഷോപ്പിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ നേരെ വണ്ടിയിലേക്ക്, ഇന്ന വണ്ടിയിലേക്ക് അറിയാൻ പറ്റും, ഇന്ന വണ്ടിയിലേക്ക് ഈ പാർട്സ് ഇടുന്നോടി സ്റ്റോക്കിൽ ഒരെണ്ണം കുറയും. 5000 UL ഫിൽട്ടർ വാങ്ങാൻ നമ്മൾ ഉത്തരവ് കൊടുക്കും, ടെൻഡർ വിളിച്ചിട്ട്. അപ്പൊ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. പക്ഷെ നമ്മൾ 500 വാങ്ങിക്കൂ. 300 എണ്ണം തീർന്നു കഴിയുമ്പോൾ ആ രാത്രിയിൽ തന്നെ, ആ രാത്രി 12 മണിക്ക് 200ാമത്തെ സാധനം അതിലേക്ക് പോയി കഴിയുമ്പോൾ 199 അവശേഷിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ബന്ധപ്പെട്ട കമ്പനിക്ക് അടുത്ത 301 എണ്ണത്തിനുള്ള ഓർഡർ കമ്പ്യൂട്ടർ തന്നെ അയച്ചു കൊടുക്കും. നമ്മളൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞു പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം? പൈസ കൊടുക്കുന്നതും കമ്പ്യൂട്ടറാണ്. ഞാനൊരു സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനിക്കാരനാണ്. ഞാൻ 10:30 മണിക്ക് സാധനം സപ്ലൈ ചെയ്തു. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുന്ന ടയറിന്റെ മെറ്റീരിയലാണ്, ടയറിന്റെ റീത്രെഡ് മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. ഉദാഹരണത്തിന് ടയർ റീത്രെഡ് ചെയ്യുന്ന മെറ്റീരിയൽ സപ്ലൈ ചെയ്തു ഒരാൾ 10:30 മണിക്ക്, മറ്റൊരാൾ സപ്ലൈ ചെയ്തു 11:30 മണിക്ക്. ആരാണോ 10:00 തന്നത് അയാൾക്ക് എത്ര രൂപ കൊടുക്കണം എന്ന് കമ്പ്യൂട്ടർ പറയും. ആ പറയുന്ന തുക മാറ്റി കൊടുക്കാൻ മാത്രമേ, ബാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ മാത്രമേ ഇനി ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ. അല്ലാതെ എന്റെ സൗകര്യത്തിന് ആദ്യം വന്ന് കാണുന്നവൻ ആദ്യം കൊടുക്കാമെന്ന് ഇനി നടക്കില്ല. ആദ്യം ആരാണോ തന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം 1 കോടി രൂപ ഇന്ന് വിഭജിക്കുകയാണെങ്കിൽ 1 കോടി രൂപ എങ്ങനെ വിഭജിക്കാമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ പറയും ഈ 1 കോടി രൂപ ആർക്കൊക്കെ കൊടുക്കണം, എത്ര രൂപ വെച്ച് കൊടുക്കണം. ആ തുക ബാങ്ക് വഴി മാറ്റി കൊടുക്കും. KSRTCക്ക് 158 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് KSRTC അഭിമാനത്ത് പറയുന്നു, KSRTCക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി എടുത്ത ഓവർ ഡ്രാഫ്റ്റിലെ ഒറ്റ അക്കൗണ്ടേ റൺ ചെയ്തുള്ളൂ, ബാക്കി അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതൊക്കെ മിസ്മാനേജ്മെന്റ് ആണ്. 158 അക്കൗണ്ടാണ് ഈ സ്ഥാപനത്തിൽ. എന്തിന്? കാലാകാലങ്ങൾ മാറി വരുന്ന മന്ത്രിമാർ, MDമാർ അവരവരെ ഇഷ്ടത്തിന്. ഒരു ബാങ്കുകാരൻ വന്ന് കണ്ടു, എനിക്ക് അക്കൗണ്ടുള്ള ബാങ്കുകാരൻ, കൊടുത്തേരും ഒരു അക്കൗണ്ട്. ഉടനെ അപ്പോഴത്തെ CMD എന്ത് ചെയ്യും? ഒരു അക്കൗണ്ടും കൊടുത്തേക്കും. മന്ത്രി പറഞ്ഞില്ലേ, കൊടുത്തേക്കും. അവിടെ കുറച്ച് പൈസ ഇടും, അതവിടെ കിടക്കും. അതിൽ നിന്ന് പിടിക്കാവുന്ന എല്ലാം ബാങ്കുകാർ പിടിച്ചോണ്ടിരിക്കും. അറിയാതെ പിടിച്ചോണ്ടിരിക്കും. സർവീസ് ചാർജ് ആയിട്ട് പിടിക്കും.
അങ്ങനെ നമ്മുടെ പൈസ എത്രയാണ് ചോർന്നു പോകുന്നത്? ടോൾ ബൂത്തിൽ കയറുന്ന കഥ പറയാം നിങ്ങൾ. ടോൾ ബൂത്തിൽ കയറുമ്പോൾ ബസ്സാണ് കയറുന്നത്. ഈ ടോൾ ബൂത്തിന് മേളിൽ രണ്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇത് നാട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമാണ്. ബസ്സം കൊണ്ട് കയറുമ്പോൾ ആ മെഷീൻ ഈ മെഷീനും അടിക്കും ഒരേ സമയം. ഏതാ? നമ്മളെ ഒരു വണ്ടിയെ കയറിയുള്ളൂ. ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ ഈ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും, ആ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും. ഇത് കണ്ടുപിടിച്ച വകയിൽ മാത്രം KSRTCക്ക് 4 കോടിയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചു, ഈ കള്ളത്തരം കണ്ടുപിടിച്ചു. ഈ ടോള് കമ്പനിക്കാരൻ ഇത് അടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളെല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാം, ഓരോ മുക്കിലും മൂലയിലും ശ്രദ്ധിക്കും. 50 പരിഷ്കാരങ്ങൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ പറഞ്ഞു, ഡബിൾ ഡക്കർ പറഞ്ഞു, AC പ്രീമിയം സൂപ്പർഫാസ്റ്റ് വണ്ടി വന്നു. ഇതെല്ലാം ഈ 50 പരിഷ്കാരവും ദൈവത്തിന്റെ കരുണ കൊണ്ടാന്ന് തോന്നുന്നു എല്ലാം വിജയിച്ചു. നിങ്ങളുടെ പരിശ്രമം കൊണ്ടുകൂടി എല്ലാം വിജയിച്ചു എന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇന്ന് KSRTC പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ചുമതല KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കുമാണെന്ന് ഞാൻ സന്തോഷത്തോടെ പറയും. കാരണം പറയുന്ന കാര്യങ്ങളുടെ സെൻസ് മനസ്സിലാക്കി ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, അവരത് മനസ്സിലാക്കുന്നു. സെൻസ് മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങളെ എതിർക്കാതെ അതിന്റെ കൂടെ നിന്ന് വിജയിപ്പിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി ശ്രമിക്കുന്ന KSRTC ജീവനക്കാരെയും ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നത്. വേണമെങ്കിൽ വെറുതെ എതിർക്കാമല്ലോ, വേണമെങ്കിൽ ഇയാൾ പറയുന്നതെല്ലാം വെറുതെ എതിർക്കാമല്ലോ. പക്ഷെ എതിർക്കുന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായി മന്ത്രിയും CMDയും ജീവനക്കാരും സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് KSRTCയിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ യാതൊരു സംശയവും വേണ്ട. ഈ പറയുന്ന ആദ്യഘട്ടത്തിലെ 150 വണ്ടികൾ അത് ഇറങ്ങുന്നതോടെ തന്നെ KSRTCയിലെ വരുമാനത്തിൽ ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ വർധനവ് ഉണ്ടാകണം. 50 ലക്ഷയുടെ വർധനവ് ഇന്ന് 7-7.5 കോടി 8 കോടിക്ക് മണി വന്നാൽ ഈ 18-ാം തീയതിത്തെ കണക്ക് ഞാൻ പറയാം. ഈ 18-ാം തീയതി, ഈ ഓഗസ്റ്റ് മാസം 18-ാം തീയതി, ഈ 18-ാം തീയതി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 18-ന് KSRTCയിലെ ഒരു ദിവസത്തെ നഷ്ടം 90 ലക്ഷം രൂപയാണ്. ഈ 18-ാം തീയതി അതേ ദിവസം ഈ വർഷം KSRTC നഷ്ടം വെറും 10 ലക്ഷം രൂപയാണ്. ഇവിടെ എത്തിയെന്ന് ആലോചിക്കണം, ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, ഈ ജൂലൈ മാസമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ 11.5 കോടി രൂപയുടെ നഷ്ടം KSRTC ഈ വർഷം കുറച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ച് മൈൽ വണ്ടി ഓടുകയും ദൂരം കുറച്ച് ഓടുകയും കിലോമീറ്റർ കുറച്ച് ഓടി യാത്രക്കാരുടെ എണ്ണം അതിനേക്കാൾ ഏതാണ്ട് 10-20% വർധന വന്നിട്ടുണ്ട്. യാത്രക്കാർ കൂടി ഈ പുതിയ വണ്ടികൾ കൂടി വരുന്നതോടെ KSRTC യാത്രക്കാരെ എണ്ണം വർദ്ധിക്കും. നമ്മൾ കൃത്യമായി ഓടിയാൽ മതി. അത് മാത്രമല്ല, KSRTC ഇന്ത്യയിൽ ചരിത്രം തിരുത്തുകയാണ്. എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. KSRTC ചരിത്രം തിരുത്തുകയാണ്. KSRTC ഇനി ഓപ്പറേഷൻസ് മുഴുവൻ കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട AI അധിഷ്ഠിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ KSRTC വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. KSRTC ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഏർപ്പെടുന്ന എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ്. ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നി, ഈ വെറുതെ കിടന്ന് ഓടുന്നതും വരിവരിയായിട്ട് പോകുന്നതും ഒഴിവാക്കിയാൽ, കൃത്യസമയത്ത് വണ്ടി പോയാൽ, ഈ എല്ലാം കൂടി വരിവരിയായിട്ട് പോകുന്നതും പിന്നെ വെറുതെ കിടന്നോടുക, ഉച്ചയാകുമ്പോഴത്തേക്കും കൊട്ടാരക്കരയും ചടയങ്ങളത്തേക്ക് വെറുതെ പോവുക, ഉച്ചയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് വരിക, അതിന്റെ ആവശ്യമില്ല. കൊട്ടാരക്കര വന്നാൽ കൊട്ടാരക്കര കിടക്കും, ചടയമലത്തിൽ വന്നാൽ വേണ്ടി ഡ്രൈവറും കണ്ടക്ടറും ഒന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് 3 മണിക്ക് എണീറ്റ് വണ്ടി ഓടിക്കും. അപ്പൊ ഈ ടയർ ചെയ്യത്തില്ല, ഡീസലും പോകില്ല. ഡ്രൈവർ ഉറങ്ങിയതുകൊണ്ട്, ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിച്ചതുകൊണ്ടോ വരുന്ന നഷ്ടം ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആ നഷ്ടം സഹിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തരുന്നത് ആരാണ്? ആരാണ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്? ഈ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറിൽ 24 മണിക്കൂറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് അങ്കമാലിയിലേക്ക് ചെന്ന് ഇറങ്ങുന്ന വണ്ടികൾ മിംസ് റോഡും വരും, NH വരും. ഈ 2 വണ്ടികളും തൃശ്ശൂർ എത്തുന്നതിന് ബഞ്ച് ചെയ്യണം, അടുത്തടുത്തടുത്തടുത്ത് പോവുകയാണ്. അപ്പൊ ഇത് ഈ കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും. അങ്കമാലി വഴി വരുന്ന വണ്ടി മൂവാറ്റുപുഴയിൽ 15 മിനിറ്റ് കിടന്നാൽ, 15 മിനിറ്റ് സ്ലോ ആയിട്ട് വന്നാൽ ഇവിടെ ബഞ്ച് ചെയ്യില്ല. ഇതാണ് ആദ്യഘട്ടം. ഇത് എന്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണ്. ഒരു കലാകാരൻ നിലയിൽ എന്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണിത്. മന്ത്രിയാവുന്നതിന് മുമ്പേ ഈ ഡബിൾ ഡക്കർ പോലെ തന്നെ എന്റെ മനസ്സിൽ ഉദിച്ച സ്വപ്നമാണ്. ഞാനിവിടെ വന്ന് MDA എല്ലാ സംസ്ഥാനത്തും അയച്ചു. അദ്ദേഹം പല കോൺഫറൻസിലും ചോദിച്ചു, ഇങ്ങനെ സാധനമുണ്ടോ? എന്താണ്? ഷെഡ്യൂൾ ചെയ്യണം. ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും കഴിഞ്ഞ 5 വർഷത്തെ ടിക്കറ്റ് മെഷീന്റെ ഡേറ്റയും അതിൽ നിന്ന് കിട്ടിയ എത്ര യാത്രക്കാർ, എത്ര മണിക്ക്, എത്ര ദിവസം, ഏത് ദിവസം ആൾ കൂടുതൽ, ഏത് ദിവസം കുറവ്, ഇതെല്ലാം കാണിക്കുന്നത്. വണ്ടിയുടെ പൊസിഷൻ, ഇപ്പൊ നമ്മൾ ടിക്കറ്റ് മെഷീൻ പോകുമ്പോൾ എവിടെ ബസ് നിൽക്കുന്നറിയാം. വരിയായിട്ട് വന്ന വണ്ടിയൊക്കെ നമുക്ക് ഇപ്പൊ കൺട്രോൾ റൂം വരെയാണ് കാണാൻ പറ്റും. ഇതുവരെ കൺട്രോൾ റൂം ഇല്ല. എന്താണ് കൺട്രോൾ റൂം? KSRTCയുടെ 5-6 തടി മേശയും 2 ഫോണും. അത് മാറി. കേരളത്തിൽ ഓടുന്ന എല്ലാ ബസ്സുകളും KSRTCയുടെ കൺട്രോൾ റൂം, അത് ജീവനക്കാർ തന്നെ, പാപ്പനംകോട് മെക്കാനിക്കൽ ഭാഗത്തോടെ ജീവനക്കാർ തന്നെ കൺട്രോൾ റൂം പണിഞ്ഞിരിക്കുന്നത്. വെക്കാനുള്ള ഉപകരണമൊക്കെ ചില ആപ്പുകാർ തരും, അവർ തന്നിട്ടുണ്ട്. അതിവിടെ വെക്കും. ഇന്ന് നാളേക്ക് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കണ്ടോണം. നാളേക്ക് അത് കാണാം. ഇവിടെ അതിൽ കാണാം ഏതൊക്കെ ബസ് എവിടെ കൂടെ ഓടുന്നു, ഏതൊക്കെ വരിയായിട്ട് ഓടുന്നു അറിയാം. ഈ 3 ഡേറ്റയും ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേൺ ഞാൻ യൂണിയൻ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ മനസ്സിൽ മന്ത്രിയായി വന്നപ്പോഴുള്ള ആശയമാണ്.
ഡ്യൂട്ടി പാറ്റേൺ, കളക്ഷൻ, വണ്ടിയുടെ പൊസിഷൻ, ഇത് മൂന്നും വെച്ചുകൊണ്ട് അസിസ്റ്റ് ചെയ്യുന്ന, അതായത് 24 hours ഇതിനെ വാച്ച് ചെയ്യും. മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ ഭയങ്കരമായ ഒരു ബുദ്ധി. ആ ബുദ്ധി നോക്കിയിട്ട് പറഞ്ഞു തരും, ഇന്ന വണ്ടി ഇന്നത്തെ സ്പീഡ് കുറയ്ക്കണം, ഇന്നടത്ത് കൂട്ടണം, ഇന്ന വണ്ടി ഒഴിവാക്കണം. ഇപ്പൊ എന്നോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുകയാണ്, നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒരു വണ്ടി കിട്ടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പൊ തന്നെ തന്നിരിക്കുന്നു, അത് പറ്റൂല. ഇനി ഇതിൽ അടിച്ചു നോക്കും, കൊട്ടാരക്കരയും ഗുരുവായൂരേക്ക് പോകാൻ വണ്ടിക്ക് സാധ്യതയുണ്ടോ? അപ്പൊ ഇത് പറയും, പകലെങ്ങും സാധ്യതയില്ല, രാത്രി 11 മണിക്കൂറിന് പുറപ്പെട്ടാൽ അത് കളക്ഷനോടി ഗുരുവായൂരേക്ക് പോകാൻ പറ്റും, വേറെ വണ്ടികളുമായി കൂട്ടിമുട്ടില്ല എന്ന് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് പറയുമ്പോൾ വണ്ടി ഇടും. ആ ടൈമിൽ, അല്ല നമുക്ക് തോന്നുന്ന ടൈമിനല്ല, ATയുടെ ഇഷ്ടത്തിനല്ല, മന്ത്രിയുടെ ഇഷ്ടത്തിനല്ല, CMDയുടെ ഇഷ്ടത്തിനല്ല, ഈ കമ്പ്യൂട്ടർ പറയുന്ന വണ്ടി ഓടിച്ചാൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു 3 മാസത്തിനുള്ളിൽ KSRTCയുടെ നഷ്ടം 50%, ഇന്നുള്ള നഷ്ടത്തിന്റെ 50%-ലധികം ഇതുകൊണ്ട് തന്നെ കുറയും. ടയറും ഡീസലും ലാഭിച്ച് തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഓട്ടം നിർത്തിക്കൊണ്ട് KSRTC നഷ്ടത്തിന്റെ ഭയത്തിൽ നിന്ന് ചാടി കയറും. ഈ ഒരു സാധനം വരുന്നുണ്ട്. ഈ സാധനം നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തു, ആരുടെയും ഇല്ല. ഇങ്ങനൊരു സാധനം ചെയ്തു തരാൻ കഴിയുമോ എന്ന് പത്രത്തിൽ പരസ്യം ചെയ്തു. പരസ്യം ചെയ്തപ്പോൾ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു, നല്ല ചെറുപ്പക്കാരാ. പക്ഷേ അതിലൊരെണ്ണം ഞാൻ സ്വപ്നം കണ്ടതിനപ്പുറമാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ഞങ്ങൾ അത് എല്ലാവരും കൂടി ഇന്ന് ചർച്ച ചെയ്തപ്പം അത് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് അയക്കുകയും അവരത് IT വിഭാഗം അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വാങ്ങുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇടുന്നതോടുകൂടി നമ്മുടെ ഇതെല്ലാം ടിക്കറ്റ് പണം മുടക്കാതെ, നിങ്ങൾ മനസ്സിലാക്കാം, കേരളത്തിലെ MLA-മാരുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വലിയൊരു സഹായം ചെയ്തു. MLA-മാർക്ക് KSRTC കമ്പ്യൂട്ടർ കൊടുക്കാൻ വകുപ്പില്ല. അദ്ദേഹം സ്പെഷ്യൽ ഓർഡർ ഇറക്കി. MLA-മാര് 10 ലക്ഷം രൂപ വരെ കമ്പ്യൂട്ടർ വാങ്ങി KSRTC കൊടുക്കാം. 28 MLA-മാർ തന്നിട്ടുണ്ട്. 28 സ്ഥലങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു. KSRTC 5 പൈസയുടെ മുടക്കില്ല. 1000 കമ്പ്യൂട്ടർ എത്ര കോടി രൂപയായി? 5 പൈസ KSRTC ചെലവില്ലാതെ 1000 കമ്പ്യൂട്ടറുകൾ വാങ്ങി KSRTC മുഴുവൻ ഡിപ്പോകളും MLA ഫണ്ട് ഉപയോഗിച്ച് എല്ലാവരും തരുന്നുണ്ട്. ഇപ്പൊ തന്നുകൊണ്ട് 36 പേര് തന്നു കഴിഞ്ഞു. 21 സ്ഥലത്ത് 22 സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഈ ഓഫീസായിട്ട് മാറുക, പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുന്നത്, അതെല്ലാം അവസാനിപ്പിക്കാൻ പോകണം. എല്ലാം ഇനി സോഫ്റ്റ്വെയർ ആണ്. ജീവനക്കാരെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ പ്രസംഗം നിർത്താം. 3500-ലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ മാസത്തോടെ അത് 1000-ൽ താഴേക്ക് കൊണ്ടുവരും. മുഴുവൻ ജീവനക്കാരുടെയും പരാതികൾ, അവരുടെ പേരുടെ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചതിന് ഒരു ഫൈൻ അടിച്ചോ അതങ്ങനെ അവരുടെ സർവീസ് മാറ്റർ മുഴുവൻ അവസാനിപ്പിക്കാൻ പോവാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫയൽ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗം കൂടിയാക്കിക്കൊണ്ട് നമ്മൾ തീർക്കുന്നു. MACT കോടിക്കണക്കിനുള്ള MACT കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സെറ്റിൽമെന്റ് ചർച്ചയിലാണ്. സെറ്റിൽ ചെയ്യുന്ന പൈസ 1 മാസം കൊടുക്കാമെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു. ആദ്യ ഘട്ടത്തിൽ സെറ്റിൽ ചെയ്ത മുഴുവൻ കേസുകളും 1 കോടി രൂപയുടെ കേസ് 26 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു. 1 കോടി കൊടുക്കേണ്ടിടത്ത് 26 രൂപ. അതും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ലോ ഡിപ്പാർട്ട്മെന്റ് നന്നായി പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ ജഡ്ജസും, ജില്ലയിലെ ജഡ്ജസിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. ഈ അദാലത്തിലൂടെ കോടിക്കണക്കിന് രൂപ KSRTC ലാഭിക്കാം. പാവപ്പെട്ടവരായ ആക്സിഡന്റിൽപ്പെട്ട ആൾക്കാർക്ക് വിധിച്ച തുക, കോടതി എന്താണോ വിധിച്ച തുക, ആ തുക 15 ദിവസത്തിനുള്ളിൽ KSRTC കൈമാറും. 15 ദിവസത്തിനുള്ളിൽ. 1 മാസം എന്നാണ് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കൊടുക്കും. നമ്മുടെ ബാധ്യതകൾ നമ്മൾ അവസാനിപ്പിക്കുക. ജീവനക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് കൊടുക്കാൻ അവരുടെ പേരിൽ പിടിച്ചെടുത്ത പണം, ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ഇതുവരെ തിരിച്ചടച്ചിട്ടുണ്ട്. ഏതാണ്ട് 650 കോടി രൂപ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ജീവനക്കാരെ ബാങ്ക് അക്കൗണ്ടുകളിൽ അടച്ചിട്ടുണ്ട്. KSRTCയുടെ സൊസൈറ്റി അടച്ചുപൂട്ടലിന്റെ പക്കത്തായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പണം ഇനി ജീവനക്കാരിൽ നിന്ന് ആവശ്യമില്ലാതെ പണം പിടിക്കേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഇൻഷുറൻസ് വന്നപ്പോഴും ഞാൻ ബലമായി നിങ്ങൾ പിടിച്ചടയ്ക്കേണ്ട, വോളണ്ടറി ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് വേണമെന്നുള്ളവർ അവർ തന്നെ സ്വന്തമായി ബാങ്കിൽ ഒരു ലിങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അവർ ബാങ്കിൽ നിന്ന് എടുത്തോളും. വർഷാവർഷം അതിന്റെ പ്രീമിയം എടുത്തോളും. വെറും 2500 രൂപയൊക്കെ ഉള്ളൂ. അത് കൊടുക്കണം ജീവനക്കാരൻ. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ നോമിനിയെ പറഞ്ഞു കൊടുക്കണം. ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തരാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള പണം, നമ്മുടെ ക്ലെയിം തരാതിരിക്കുന്നതിനുള്ള എല്ലാ അടവുകളും അവർ പയറ്റും. അതുകൊണ്ട് എല്ലാവരും നോമിനിയെ കൊടുത്തോണം. എല്ലാ പേപ്പറും കറക്റ്റാക്കി വെച്ചോണം. കാരണം നമുക്ക് ശേഷം പ്രളയമല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ വണ്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ ഇടിച്ചു തകർത്തൊന്നും കളയരുത്. ഈ വണ്ടികൾക്കെല്ലാം ക്രൂ മാരേജ് നടപ്പിലാക്കും. അതായത് ഒരു വണ്ടി 1-2 ഡ്രൈവർമാരെയും കണ്ടക്ടറെയും കൂടി ഞങ്ങൾ ചുമതല നിങ്ങൾക്ക് തരാൻ പോവാ. ഈ വണ്ടി ഇന്ന ആൾക്കാർക്ക് ഇരിക്കട്ടെ എന്ന് തരാൻ പോവാ. തട്ടിയാലും മുട്ടിയാലും ചീത്തയാക്കിയാലും അവനവൻ ഉത്തരം പറയണം. സ്വന്തം വണ്ടിയായി നിങ്ങൾക്ക് ക്രൂ മാരേജ് തരാൻ പോവുകയാണ് ഈ വണ്ടികളെല്ലാം. ഈ പുതിയ വാങ്ങിച്ച എല്ലാ വണ്ടികളും ആദ്യഘട്ടത്തിൽ തിരികെയും പിന്നീട് നിലവിലുള്ള വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് ക്രൂ മാരേജ് ചെയ്ത് ഇന്ന ക്രൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വോൾവോ ബസ് എടുത്തു. ഡ്രൈവർ കം കണ്ടക്ടർ 6 പേരാണ് ഡ്യൂട്ടി. ഈ 6 പേരല്ലാതെ 7ാമത് ആളെ കൊടുക്കില്ല. ഒരു കാരണവശാലും കൊടുക്കില്ല. കൊടുക്കേണ്ടി വന്നാൽ അന്ന് വണ്ടി ഓടിക്കണ്ട എന്നതാണ് തീരുമാനം. കാരണം കൊടുത്തേ ചൂണ്ടി ഇടിച്ചിട്ട് വന്നാൽ ആരും ഉത്തരവാദിയല്ല. അതുകൊണ്ട് എല്ലാ വണ്ടികളും, ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ
ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കും കൊടുക്കുക. അവരെ അലങ്കരിച്ച് വൃത്തിയാക്കി കൊണ്ടു നടന്നോണം. ഇടിച്ച് ഒളിക്കുന്നവർക്കും അനുഭവം അതായിരിക്കും, മോശമായിരിക്കും. അലങ്കരിച്ച് കൊണ്ടു നടന്നവർക്ക് കയ്യടി കിട്ടും, ഇടിച്ചു കൊണ്ടുവന്നവർക്ക് പണി കിട്ടും. ഇത് രണ്ടും ഉറപ്പാണ്. രണ്ടും ഉണ്ടല്ലോ, എല്ലാം വേണമല്ലോ. ഒരു വിട്ടുവീഴ്ചയില്ല, ആളുകളെ കൊല്ലരുത്. മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഹോമിയോ മരുന്ന്. ഹോമിയോ മരുന്നിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ഹോമിയോ മരുന്ന് ഡോക്ടർമാരൊരു പഠനം നടത്തിയിട്ട് കൊണ്ടു തന്നത്, ഹോമിയോ മരുന്ന് അടിച്ചേച്ച് വന്നാൽ ഊതത്തില്ല, ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചായെന്ന് പറഞ്ഞു. ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, ഊതിയാൽ സൈറൺ അടിക്കില്ല എന്ന് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന പഠനം നടത്തി എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇനി അത് പറ്റൂല. ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് നമ്മൾ എതിരല്ല, പക്ഷെ ഊതിയാൽ കിട്ടില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘടന എഴുതി തന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് കുടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഊതിക്കാമെന്ന് പറഞ്ഞാൽ പലർക്കും പ്രതിഷേധം തോന്നി. ഊതിച്ചതുകൊണ്ടുള്ള ഗുണം 100 മരണം നടക്കുന്നിടത്ത് 37 മരണമായി കുറഞ്ഞു എന്നാലോചിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒരു മരണം ശരാശരി 1 കോടി രൂപ KSRTC നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം, കൃത്യമായി ജോലി ചെയ്യാം. ഇനി അതുപോലെ ഈ ഡ്യൂട്ടി സറണ്ടർ ഉണ്ടാവില്ല. കാരണം ഉറങ്ങാൻ പോയി കിടക്കും. മാനന്തവാടി, തിരുവനന്തപുരത്ത് കൊട്ടാരക്കരയിൽ നിന്ന് മാനന്തവാടിക്ക് വണ്ടി ഓടിച്ചേച്ച് തളർന്ന അവശനായി വന്ന് കിടക്കുന്ന ആളെ ഡേ വാ, നീ എണീച്ചു വാ. ഈ പലരെയും ഊതിക്കും പിടിക്കുന്ന ആളായിട്ടോ, ഒരെണ്ണം അടിച്ചിട്ട് കിടക്കുമ്പോഴായിരിക്കും പിന്നെ ATO വിളിക്കും, വാ 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 നീ വാ, ഇന്നൊരു വണ്ടി എറണാകുളം വരെ കൊണ്ടുപോകണം, 850 രൂപ കിട്ടുന്നല്ലേ, വന്നേക്കാന്ന് വിചാരിക്കും. വന്ന് ഓടിക്കും, എവിടെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് ഇനി അതില്ല. ഉറങ്ങുന്നവർ ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. എല്ലാ ബസ് സ്റ്റേഷനിലും ഉറങ്ങാനായിട്ട് നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂം വരുന്നുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ പുതിയ ബസ് സ്റ്റാൻഡ്, ധനകാര്യമന്ത്രി ഒരുപാട് ബസ് സ്റ്റേഷനുകളുണ്ട്. അതിലെല്ലാം ജീവനക്കാർക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും എയർ കണ്ടീഷൻ ചെയ്ത മുറികളുണ്ട്. ഓഫീസുകൾ, പാലക്കാട് ഓഫീസ് കണ്ടല്ലോ, മുഴുവൻ KSRTC ഓഫീസുകളും എയർ കണ്ടീഷൻ ചെയ്യുകയാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ പുരോഗതിയിലേക്ക് നീങ്ങുന്നു. ഈ പുരോഗതിയുടെ പുറകിൽ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വൈകിട്ട് ഒരു കലാകാരൻ കൂടിയായി ഞാൻ കാത്തിരിക്കുന്നു. ഒരുപാട് കഴിവുകളുള്ള ആളുകൾ, 22,000 KSRTC ജീവനക്കാരിൽ കഥകളിക്കാരനും ഓട്ടംതുള്ളലുകാരനും സാഹിത്യകാരനും എഴുത്തുകാരനും സയന്റിസ്റ്റും അടക്കം ഒരുപാട് പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളുടെ സംഗമമാണ് ഈ 3 ദിവസം. ഇന്ന് വൈകിട്ട് 5:30 മണി 5:45 മണിയോടുകൂടി KSRTC ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും അതിമനോഹരമായ കലാപരിപാടി ഈ സ്റ്റേജിൽ നടക്കും. അത് KSRTCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആഘോഷം എന്ന് നിങ്ങൾ പറയണം. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഇനി വരും ദിവസങ്ങളിലും KSRTC ജീവനക്കാരും നാട്ടുകാരും ഇവിടെ എത്തണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സഹകരണവും സഹായവും ലഭിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനായ ധനകാര്യമന്ത്രിയെ ഈ സമ്മേളനത്തിന്റെ അല്പം സംസാരിച്ചു പോയി ക്ഷമിക്കണം. കാരണം ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ 2 മിനിറ്റ് സംസാരിച്ചു, അത് പെട്ടെന്ന് അങ്ങ് തീർത്തു. അപ്പൊ ഇന്ന് ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ നന്നായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ സഹായത്തിനും നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം സഹായിച്ചു. അദ്ദേഹത്തോടൊപ്പം ശ്രീ ജ്യോതിലാൽ, അദ്ദേഹത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി, അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ചെയ്തു. ഈ വർഷം അദ്ദേഹം ബഡ്ജറ്റിൽ വായിച്ചത് 108 കോടിയാണ്. ബസ് വാങ്ങാൻ വേണ്ടി ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ വായിച്ചത് ഏപ്രിൽ മാസത്തിൽ ബഡ്ജറ്റിൽ വായിച്ചത് 108 കോടി രൂപയാണ്. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയുന്നു, മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ജ്യോതിലാൽ, അദ്ദേഹം പഴയ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയാണ്, ഈ 108 കോടി രൂപയ്ക്കും ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ബസ് വന്നാൽ കമ്പനിക്കാരൻ ബസ് തരുന്നതനുസരിച്ച് ബില്ല് മാറി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതിനുവേണ്ടി പേപ്പർ വർക്കിന് പോകണ്ട. ഒറ്റ യോഗത്തിൽ 108 കോടി രൂപ. KSRTCയിലെ കടം തീർക്കാൻ വേണ്ടി 650 കോടിയാണ് ശ്രീ ബാലഗോപാൽ അടച്ചു തന്നത്. അതാണ് KTDFCയുടെ കടം മാറിയത്. എന്നേക്കുമായിട്ട് നശിച്ചുപോയ KTDFC എന്ന സ്ഥാപനത്തെ ഞങ്ങൾ കരകയറ്റി എന്ന് ആലോചിക്കണം. 260 കോടിയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ധനകാര്യ വകുപ്പിന്റെ അനുമതിയോടി എഴുതി തള്ളിക്കളഞ്ഞത്. KSRTC കടം കൊടുക്കാണെന്ന് പറഞ്ഞാൽ അതും KSRTCക്ക് വേണ്ടിയാ. ഈ 600 കോടി കൊടുത്തത് KSRTC. അതുകൂടെ 260 കോടിയുടെ KSRTCയുടെ കടം എന്ന് KTDFC എഴുതി വെച്ചിരുന്നത്. കണക്കിലേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാതാണ്, അവിടെ കിടക്കും. പക്ഷേ അതൊരു മാസം മുമ്പേ റൈറ്റ് ഓഫ് ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അക്കാര്യത്തിൽ എടുത്ത ഒരു താല്പര്യം, ധനകാര്യ വകുപ്പ് സാറിനെ എല്ലാം എതിർക്കുന്നതാണ്. ആ ഫയലിൽ ഇത് എഴുതി തള്ളാവുന്നതാണ് എന്ന് എഴുതിയാണ് ധനകാര്യമന്ത്രി ക്യാബിനറ്റിലേക്ക് അയച്ചത്. അങ്ങനെ ധനകാര്യ വകുപ്പിന്റെ വലിയ സഹായം, നമ്മൾ ചെറിയ കാര്യമല്ല. കഴിഞ്ഞ വർഷം 22 കോടി രൂപ, ഈ വർഷം 108 കോടി രൂപ, ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് 130 കോടി രൂപയ്ക്കാണ് KSRTC വണ്ടികൾ വാങ്ങുന്നത്. അടിപൊളി വണ്ടികൾ വരും, അത് സൂക്ഷിച്ച് കൊണ്ടു കിടക്കണം, എല്ലാവരെയും കയറ്റിക്കൊള്ളണം. ഈ ഒരു മേള കഴിയുമ്പോൾ KSRTCയിലേക്ക് പുതിയ യാത്രക്കാർ വരും. അവരെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്ത് അവരെ കൃത്യസമയത്ത് സ്ഥലങ്ങളിലെത്തി സുരക്ഷിതമായി എത്തിച്ചുകൊണ്ട് KSRTC ഉയരണം. ഇന്നലെ മോഹൻലാൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു നാടിൽ വളരുന്നു എന്നതിന്റെ തെളിവാണ് ആ നാട്ടിലെ പൊതുഗതാഗതത്തിന്റെ വളർച്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാടിന്റെ വളർച്ച ഈ പൊതുഗതാഗതത്തിലൂടെ പ്രതിഫലിക്കണം. മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ, ഏറ്റവും വലിയ ഓർമ്മകളിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആനവണ്ടി. ആ ആനവണ്ടി ഇനി ഏറ്റവും മനോഹരമായ നിലയിലേക്ക് ഉയരണം. നമ്മുടെ ഗ്രാഫ് ഇന്ത്യയിലെ
ഏതൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടത്തി വിട്ടുകൊണ്ട് ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ KSRTCക്ക് ഒരു വർഷത്തിനുള്ളിൽ ലാഭത്തിലേക്ക് കയറാൻ കഴിയും. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഈ കളക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ, കളക്ഷൻ നിങ്ങൾ 8.5 കോടി രൂപ, ഞാൻ യൂണിയൻ നേതാക്കൾ 8.5 കോടി, അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, 8.5 കോടി രൂപയിലേക്ക് നിങ്ങൾ ഈ കളക്ഷൻ എത്തിച്ചു തന്നാൽ KSRTC എല്ലാ ദിവസവും ലാഭത്തിലോടും എന്ന് ഞാൻ ഉറപ്പ്. ലാഭത്തിലോടും. ഇപ്പോൾ ചില ദിവസങ്ങളിൽ 8 കോടി 75, 30 കിട്ടുമ്പോൾ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് വെറും 10 ലക്ഷം രൂപ, 11 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ നിൽക്കുകയാണ്. 8.5 കോടി നമ്മൾ കടത്തിയാൽ, 8.5 കോടി നടത്ത് 9 കോടിയിലേക്ക് നമ്മൾ നീങ്ങിയാൽ എല്ലാ ദിവസവും KSRTC 1 കോടി 19 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസോർഷ്യത്തിന് അടച്ചതിന് ശേഷവും ആ ദിവസം, ആ പർട്ടിക്കുലർ ഡേയിൽ KSRTC ലാഭത്തിലേക്ക് കയറും. അതിന് നിങ്ങൾ വിചാരിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ, ജീവനക്കാർ വിചാരിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ 8.5 കോടിക്ക് മുകളിലേക്ക് നമുക്ക് കയറാം. KSRTCയെ നഷ്ടത്തിന്റെ പടുകുഴിയിൽ നിന്നും എല്ലാ ദിവസവും ലാഭത്തിലോടിക്കാം. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരായിരം നന്ദി സർ. ട്രാൻസ്ഫോ 2025 KSRTC MVD മോട്ടോ എക്സ്പോയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഏറെ ആദരണീയ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുവാനായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ട്രാൻസ്ഫോ 2025 ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകാം. ട്രാൻസ്ഫോ 2025 KSRTC MVD മോട്ടോ എക്സ്പോയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നന്ദി. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ KSRTCക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായങ്ങളും പ്രതിസന്ധിയിലുടനീളം പല പാക്കേജുകളും പ്രഖ്യാപിച്ചത് KSRTC വിജയകരമായി മുന്നോട്ട് നയിക്കുന്നതിന് സഹായമായതും ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രിയുടെ നിരന്തരമായ ഇടപെടലുകളാണ്. കൂടാതെ KSRTCയുടെ പെൻഡിംഗ് ലോണുകളും KTDFC ലോങ് ടേം ലോണുകളും ഉൾപ്പെടെ KSRTCയുടെ കൺസോർഷ്യം ബാങ്ക് ലോൺ അടച്ചു തീർക്കുന്നതിനും പെൻഷനറി സാലറി സേവനങ്ങൾ KSRTC തൊഴിലാളികൾക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഇടപെടൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്ലാൻ സ്കീം വഴി ഈ ബസ്സുകൾ വാങ്ങുന്നതിനും അദ്ദേഹം ഏറെ സഹായിക്കുകയുണ്ടായി. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ മുഖ്യ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യാം. സർ പ്ലീസ്. പ്രിയമുള്ള അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച MD ശ്രീ PS പ്രമോദ് ശങ്കർ, ഈ വേദിയിലുള്ള ശ്രീ VK പ്രശാന്ത് MLA, ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ നാഗരാജു PS ഗതാഗത കമ്മീഷണർ, ശ്രീമതി റീന, ശ്രീമതി വിജയശ്രീ, ശ്രീ അഹമ്മദ് കബീർ, ശ്രീ A ഷാജി, മറ്റ് ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട അതിഥികളെ, പ്രിയമുള്ള KSRTC കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷം
നിറഞ്ഞു നിൽക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. KSRTC കുറെ കാലമായി അങ്ങനെ സന്തോഷിക്കുന്നൊരു മേഖലയായിട്ടല്ല ആളുകൾ കരുതുന്നത്. പക്ഷേ KSRTCക്ക് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തെളിയിക്കുന്ന സന്ദേശം നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുന്നുണ്ട്. നമ്മുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് KSRTC മാനേജ്മെന്റിനെ, പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. KSRTCയിൽ നിന്ന് പോസിറ്റീവായ സ്റ്റോറീസ് വരിക എന്നുള്ളത് അല്ല, സാധാരണ നെഗറ്റീവ് സ്റ്റോറീസാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് KSRTCയിൽ നടക്കുന്ന മാറ്റങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഏറ്റവും പ്രധാനം അതിനകത്ത് ഈ KSRTC നിർത്തിക്കളയണമെന്നുള്ളതല്ല, KSRTC നടക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. വളരെ ദീർഘമായി KSRTC നടന്ന പരിഷ്കാരങ്ങളെ പറ്റി, നടക്കുന്ന കാര്യങ്ങളെ പറ്റി മന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ KSRTC എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ആനവണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഇന്ത്യയിലെ സിംബലുകളിലൊന്ന് എയർ ഇന്ത്യ ആണ് എന്ന് പണ്ടൊരു BSNലും എയർ ഇന്ത്യയും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യങ്ങൾ സംബന്ധിച്ചൊരു വിലയിരുത്തൽ മുമ്പ് വന്നിരുന്നു. കേരളത്തിൽ എവിടെയും എടുത്തു പറയാവുന്ന ഒരു എംബ്ലമാണ്, പേരാണ് KSRTC. ആ KSRTCയിലെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നായി ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ, പ്രിയദർശൻ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ അനുഭവം, എല്ലാവരും KSRTC ഉപയോഗിച്ചിരുന്ന കാലത്തെ അനുഭവമൊക്കെ ഇവിടെ കേരളത്തിലാകെ വാർത്തയായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ KSRTC ഒരു ജഡാവസ്ഥയിലല്ല, പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് നടക്കുന്നത്. ഈ വർഷം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇനി വരാൻ പോകുന്ന വാഹനങ്ങളുണ്ട്. ഈ വർഷം തന്നെ 350-400 വാഹനങ്ങളെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം, കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ വാഹനങ്ങൾ തീരെ എടുക്കാതിരുന്നിട്ടില്ല. അത് ഏറ്റവും നന്നായി ശാസ്ത്രീയമായി എങ്ങനെയാണ് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനകത്ത് ചെറിയ വാഹനങ്ങൾ, ഞാൻ തന്നെ നേരത്തെ എന്റെ ആശങ്കകൾ മാനേജ്മെന്റിനോട്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വാഹനം പെയിന്റ് മാറ്റി വലിയ വാഹനങ്ങൾ ഓടിച്ച് ആകെ 10 പേരും 5 പേരും കയറുന്ന റൂട്ടുകളിൽ കൂടി ഇത്രയും വലിയ വാഹനങ്ങൾ ഓടിച്ചാൽ എങ്ങനെയാണ് ഡീസൽ മുതലാവുക? 3 കിലോമീറ്റർ താഴെ കിട്ടും ആ വലിയ വാഹനങ്ങൾക്ക്. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ നന്നായി ഉപയോഗിക്കണം. ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. KSRTC നല്ലതുപോലെ വേഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കൃത്യമായ ഉറപ്പോടുകൂടി ഉണ്ടെങ്കിൽ പലരും ചെറിയ വാഹനങ്ങളിലെ യാത്ര ഒഴിവാക്കും. വന്ദേ ഭാരതിന്റെ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ നാഷണൽ ഹൈവേയും MC റോഡും മലയോര ഗതാഗതത്തിനുള്ള മലയോര പാതയും, ഇവിടെ നിന്നുള്ള മൂന്നാർ ഉൾപ്പെടെ പോകാൻ പറ്റുന്ന മലയോര പാതയും ഒക്കെ വളരെ നന്നായി ഇപ്പൊ പണി കഴിഞ്ഞിരിക്കുകയാണ്. മലയോര പാത മിക്കവാറും പൂർത്തീകരിച്ചു. NH അധികം താമസിയാതെ പൂർത്തീകരിക്കും. ഇതിൽ കൂടി ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് ചെല്ലാൻ, 7 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് ചെല്ലാൻ കഴിയുകയാണെങ്കിൽ വാഹനത്തിൽ പോകുന്ന, ചെറിയൊരു വാഹനത്തിൽ പോകുന്ന, ഡ്രൈവ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യുന്നതിന്റെ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഈ വാഹനങ്ങൾ നന്നായി ഉപയോഗിക്കാവുന്ന പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി ഉപയോഗിക്കണം. ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് KSRTC പൊതു സർവീസാണ്. മറ്റതുപോലെ എല്ലാം വലിയ ലാഭമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ KSRTCയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് കരുതുന്നു. ഒരു ദിവസം ഏകദേശം 4 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് തരുന്നത്. 8.5 കോടി കിട്ടിയാൽ നന്നാവും എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ചുമതലയെടുത്ത 4 വർഷക്കാലത്തിനിടയിൽ ശരാശരി നിങ്ങൾ കണക്ക് കൂട്ടിയാൽ 4 കോടി രൂപ ഒരു ദിവസം KSRTCക്ക് തരുന്നുണ്ട്. അത് KSRTC നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. പെൻഷനാണ് അതിന്റെ ഒരു ഭാഗം. നിങ്ങൾക്കറിയാം, 70 കോടിയിലധികം രൂപ, 73 കോടിയോളം രൂപ പെൻഷനാണ്. നേരത്തെ പെൻഷൻ കിട്ടാതെ KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്യുകയും വലിയ സമരങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ആ കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് 5 വർഷക്കാലം, ആ സമയത്ത് UDF ഗവൺമെന്റിന്റെ കാലത്ത് 1543 കോടിയാണ് KSRTCക്ക് നീക്കി വെക്കേണ്ടി വന്നത്, കൊടുത്തത്. പെൻഷന്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്ന അടുത്ത 5 വർഷക്കാലം കൊണ്ട് 4963 കോടി രൂപയാണ് കൊടുത്തത്. ഇപ്പൊ ഇതുവരെ ഈ സർക്കാർ വന്നതിന് ശേഷം 6614 കോടി കൊടുത്തു. ഏകദേശം 7500 കോടി വരും. അങ്ങനെ ആകുമ്പോൾ ഈ 4 കോടി രൂപ ഒരു ദിവസം എന്നുള്ളതിനേക്കാളും കൂടും. 7000 കോടിയാണെങ്കിൽ 4 കോടി രൂപ വരും. ഒരു 7500 കോടിയെങ്കിലും ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ നൽകുന്നുണ്ട്. പക്ഷെ അങ്ങനെ നൽകുമ്പോഴും KSRTC കൂടുതൽ മെച്ചപ്പെടണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനകത്ത് ജീവനക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ
ആശ്രയിക്കുന്നത് ഈ വാഹനമാണ്. നമ്മുടെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റവും നന്നാവില്ല. ട്രാൻസ്പോർട്ട് ഗതാഗതത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് തന്നെയാണ് സർക്കാർ ആലോചിച്ചത്. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിൽ സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകാർ ആവശ്യപ്പെടാത്ത ഒരു ആനുകൂല്യം ഞങ്ങൾ കൊടുക്കുകയുണ്ടായി ചർച്ച ചെയ്തിട്ട്. അത് 10% അവരുടെ റോഡ് ടാക്സ് 2 തവണയും ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടാണ് അവർ അറിയുന്നത്. 2 തവണയും 10% വീതം റോഡ് ടാക്സ് കുറച്ചു എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിന് ഒരു 5000 രൂപയൊക്കെ മാസം വ്യത്യാസം വരുന്ന തരത്തിലേക്ക് ടാക്സ് കുറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് സ്വകാര്യ ബസ് നടത്തുന്നവർക്കും യാത്രക്കാർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ മേഖലയിലുമൊക്കെ വലിയ നഷ്ടമുണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ വേണ്ടത്ര അവർക്ക് വരുമാനമില്ല. പൊതുമേഖലയിൽ KSRTCക്ക് വലിയ തോതിൽ കടന്നിരുന്ന കടം പ്രത്യേകം അത് തീർക്കാൻ വേണ്ടിയിട്ട് നൽകിയ കാര്യങ്ങളാണ്. KTDFCയുടെ കാര്യം, സംസ്ഥാന സഹകരണ ബാങ്കിൽ കേരള ബാങ്കിൽ കൊടുക്കാനുണ്ടായിരുന്ന കടം, അതെല്ലാം കൊടുത്തു തീർക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് നടത്താൻ പറ്റി. എന്ന് മാത്രമല്ല, KSRTCയുടെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളത്തിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം കൊടുക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് കാലത്താണ്. ഒരു മാസം 80 കോടിയിലധികമാണ് നിങ്ങളുടെ ശമ്പളം. 50 കോടിയും ധനകാര്യ വകുപ്പ് നേരിട്ടാണ് നൽകുന്നത് എന്നുള്ള ഒരു സ്ഥിതി ഒരു പ്രത്യേകതയാണ്. അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 80 കോടിയിൽ 50 കോടിയും ശമ്പളത്തിന് തരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ. ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിലും അതുപോലെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ GST സംബന്ധിച്ചുള്ള മീറ്റിംഗിലും പങ്കെടുത്തിട്ടാണ് വന്നത്. ഇപ്പൊ GST പരിഷ്കാരം വരുന്നതിന്റെ ഭാഗമായി ഒരു വർഷം 9000 കോടി രൂപ സംസ്ഥാനത്തിന്, ഇന്ത്യയിലാകെയുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വരും, കേരളത്തിന് നഷ്ടം വരും. 9000 കോടി ഏകദേശം. മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയും തെലങ്കാനയും ബംഗാളും പഞ്ചാബും എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവരുടെ ആശങ്കകൾ പറഞ്ഞു. എങ്ങനെയായിരിക്കും ഈ പണം കൂടി കുറഞ്ഞാൽ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും നമ്മുടെ പൊതുമേഖല കൂടുതൽ മെച്ചപ്പെട്ടു പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ 1-ാം തീയതി ആ ശമ്പളം കൊടുക്കുന്നതിന് തന്നെ കൃത്യമായി 10-ാം തീയതിക്കകം തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന സഹായം സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളത് ഉൾപ്പെടെ ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു, ഈ വാഹനങ്ങൾ ഓടുമ്പോഴും അതിന്റെ സ്വഭാവവും നമ്മുടെ ബസ് സ്റ്റാൻഡുകളും ഒക്കെ വളരെ വൃത്തിയായി കിടക്കുക എന്നുള്ള പ്രധാനമാണ്. നമ്മുടെ ബസ്സുകൾ, പുതിയ ബസ്സുകൾ കുറെ കൂടി വരുമ്പോൾ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. ചെറിയ ബസ്സുകളാകുമ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻസി ഉള്ള വണ്ടികൾ വരും. അത് നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനൊപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡുകളും മറ്റും കുറച്ചുകൂടി വൃത്തിയാവണം. ഓഫീസുകളുടെ കാര്യം പറഞ്ഞു. ഡ്രൈവർമാരും കണ്ടക്ടർമാരും മറ്റ് സ്റ്റാഫും താമസിക്കുന്നതിന് ചില ബസ് സ്റ്റാൻഡുകളിൽ കയറി നോക്കിയാൽ ഒരു വൃത്തിയില്ലാതെ അവർ തന്നെ അത് വേണ്ടത്ര വൃത്തിയായി ഇടുന്നില്ല എന്നുള്ള സ്ഥിതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബസ് സ്റ്റാൻഡുകൾ വൃത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലേക്ക് ആരും വരുമ്പോൾ അവർ കേരളത്തെ പറ്റി വിലയിരുത്തുന്ന ഒരു കാര്യം നമ്മുടെ ബസ്സുകളും പൊതു ബസ് സ്റ്റാൻഡുകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡുകൾ ഏറ്റവും മെച്ചപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡും അതുപോലെ കൊല്ലത്തെ പുതിയ ബസ് സ്റ്റാൻഡും കൊട്ടാരക്കര ബസ് സ്റ്റാൻഡും കായംകുളം ബസ് സ്റ്റാൻഡും ഒക്കെ ഇപ്പൊ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റു ബസ് സ്റ്റാൻഡുകൾ തൃശ്ശൂർ പറഞ്ഞു, പാലക്കാട് ഇപ്പൊ പറഞ്ഞു, മലപ്പുറത്ത് അതിന്റെ ഭാഗം പൂർത്തീകരിക്കുന്നു. ബസ് സ്റ്റാൻഡുകൾ പൂർത്തീകരിക്കാൻ ഇത് കൂടാതെ അടിയന്തരമായി പണം അനുവദിക്കാമെന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളും പൂർത്തീകരിച്ചു. ഇനിയും പുതുക്കണം, അതിനാവശ്യമായ പണം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ MLA വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അവിടെ ബസ് സ്റ്റാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററാണ് എറണാകുളം. ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു മറ്റൊന്നും നോക്കേണ്ടതില്ല, അവിടെ 11-12 കോടി രൂപയുടെ ഒരു പ്ലാനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരു തടസ്സമില്ല, പണിയായിട്ട് മുന്നോട്ട് പോവുക. ആ ബസ് സ്റ്റാൻഡ് എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നതെന്നുള്ളതുകൊണ്ട് ആ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയാൻ ആവശ്യമായ പണം സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് തരും. അങ്ങനെ ഈ പറഞ്ഞ കണക്കിലൊന്നും കൂടാതെ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കാൻ ഏറ്റവും നല്ല സൗകര്യങ്ങൾ വരാൻ, യാത്രക്കാർക്ക് ഇരിക്കാൻ AC റിട്ടയറിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള സഹായങ്ങളും അത് ശുചിത്വത്തോടുകൂടി നടത്തുന്നതിനുള്ള സഹായങ്ങളും എല്ലാം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും. ഏതായാലും ഈ മേഖലയെ നമുക്ക് ഒരു ഘട്ടത്തിൽ ഇത് തീർന്നുപോയി, ഇല്ലാതായി എന്ന് വിചാരിച്ച ഒരു KSRTCയെ ഈ തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സംയുക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇവിടെ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 11,600 കോടി രൂപയാണ് KSRTC മേഖലയിൽ സംസ്ഥാന സർക്കാർ ഏത് സംസ്ഥാനത്തും ഏത് കാലത്തും ഇല്ലാത്തതുപോലെ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന എക്സിബിഷൻ എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട്. ഞങ്ങൾ ആ വാഹനങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നത്. വളരെ നന്നായി. ഒരു ഓട്ടോമൊബൈൽ രംഗത്തുള്ളൊരു എക്സിബിഷൻ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് KSRTCയുടെ ബസ്സുകൾ മാത്രമല്ല, ഈ മേഖലയിലെ ട്രെൻഡുകൾ, പ്രവണതകൾ ഒക്കെ മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള വളരെ ശ്രദ്ധേയമായ ഒരു എക്സിബിഷൻ ആയിരിക്കും. അതോടൊപ്പം കലാപരിപാടികൾ കൂടുതൽ നന്നായിട്ട് നടത്തുന്ന പരിപാടിയുണ്ട്. ഇതിനെല്ലാം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് എല്ലാവർക്കും
മുൻകൂട്ടി ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.